ഈ യുവനടി അവസരങ്ങൾക്ക് വേണ്ടി നിരന്തരമായി കൂടെ നടക്കുകയും റേപ്പ് ചെയ്തെന്ന് ആരോപിക്കുകയും അവിടെ കൊണ്ടുപോയി ചെയ്തു ഇവിടെ കൊണ്ടുപോയി ചെയ്തു. അപ്പോൾ എല്ലായിടത്തും കൂടെ പോകുന്നുണ്ട്. പോകാതെ ഈ ഹോട്ടലിനകത്ത് റൂമിനകത്ത് കയറിയിട്ടാണല്ലോ റേപ്പ് ചെയ്യുന്നത്. ഒരിടത്ത് റേപ്പ് ചെയ്തെടുത്ത് പിന്നെ അടുത്ത ഹോട്ടലിൽ എങ്ങനെ പോകുന്നത്? ഒരു ദിവസം മാരിയറ്റിൽ നിന്ന് ചെയ്യുന്നു, ഒരു ദിവസം ഹയാത്ത് പ്ലാസയിൽ നിന്ന് ചെയ്യുന്നു, ഒരു ദിവസം കോഴിക്കോട് മഹാറാണിയിൽ നിന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് പിന്നെയും കൂടെ പോകുമ്പോൾ എന്തിനാണ് പോകുന്നത്? അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി എന്ന വാദം അവിടെ നിലനിൽക്കത്തില്ലായിരുന്നു. മാത്രമല്ല അന്ന് പറഞ്ഞത് അവർക്ക് പീരിയഡ്സിൻ്റെ ടൈം ആകുമ്പോൾ, മെൻസസ് ടൈം ആകുമ്പോൾ ഓറൽ സെക്സ് വരെ ചെയ്യിപ്പിച്ചു, പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയമാക്കി എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോഴും വിജയ് ബാബു കേസ് വന്നതോടുകൂടിയിട്ട് നേരെ ഇവിടെ നിന്ന് ഒരൊറ്റ മുങ്ങല, പാസ്പോർട്ട് പോലും സറണ്ടർ ചെയ്യാൻ ലുക്കൗട്ട് നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് മുങ്ങിയിട്ട് ദുബായ് പോയിട്ട് അവിടെ നിന്ന് ലൈവ് വീഡിയോയിൽ എരയുടെ പേര് പറഞ്ഞു. അതായത് അതൊരു വലിയ റെവല്യൂഷനായിരുന്നു. കാരണം എരയുടെ പേര് പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോലും വിജയ് ബാബുവിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ അന്ന് ബച്ചു കുര്യൻ്റെ നിരീക്ഷണം, കോടതിയിലെ നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാമിലി മാൻ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്നത് റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല.